മുണ്ടക്കയത്ത് പുതിയതായി നിർമ്മിക്കുന്ന സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. പരിപാടിയുടെ ഭാഗമായി മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിന് പൂഞ്ഞാറമ്മൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട ധനവിഹിതവും മറ്റും നിഷേധിക്കുന്നത് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും ബദൽ ക്രമീകരണങ്ങളിലൂടെയും കേരളത്തിന് അതിജീവിക്കുവാൻ കഴിഞ്ഞതായും സാമ്പത്തിക പ്രയാസങ്ങൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു അണാ പൈസ പോലും ചെലവാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകാത്ത പദ്ധതിയാണ് വിഴിഞ്ഞമെന്ന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ പണം മുടക്കി നിർമ്മിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അത് നമ്മുടെ വിശാല മനസ്കതയുടെ ഭാഗമാണ്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആയി തന്ന 800 കോടി രൂപ ഇപ്പോൾ 10,000-ലധികം കോടി രൂപയായി തിരിച്ചടയ്ക്കുവാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതായും മന്ത്രി കുറ്റപ്പെടുത്തി. ലോകത്തെ ഏറ്റവും വലിയ 10 തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അത് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നമ്മുടെ മര്യാദയും വിശാല മനസ്കതയും കൊണ്ട് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കണം അത് രാഷ്ട്രത്തിന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചു. സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കല്ലാതെ ഒരണ പൈസ ചെലവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കാത്ത പദ്ധതിയാണ് ലോകത്തെ ഏറ്റവും വലിയ വിഴിഞ്ഞം പദ്ധതി. ഈ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തെ ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നടപ്പിലാക്കിയത് 8,000 കോടിയുടെ. അതിന്റെ പേരിലും വിവാദമുണ്ട്. ഞാൻ സ്റ്റേജിൽ ഇരുന്നതും അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേറെ. പക്ഷെ നമ്മുടെ വിശാല മനസ്കത, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കണം ലോകത്തെ ഏറ്റവും വലിയൊരു തുറമുഖം നമ്മൾ ഉണ്ടാക്കിയത് ചെയ്യാൻ. അതിന് 800 കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറഞ്ഞൊരു പണം തന്നു. സാധാരണ ഫ്രീ ആയിട്ട് തരേണ്ടതാണ്. അത് 10,000-ലധികം കോടി തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് മേടിച്ചിട്ടില്ല ഇതുവരെ. സംസ്ഥാന സർക്കാരിന് നൽകിക്കൊണ്ടിരുന്ന 35,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച് 6,000 കോടി രൂപയാക്കിയെന്നും ഇതിനെ അതിജീവിച്ച സംസ്ഥാനം പുരോഗതിയിലേക്ക് മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കയത്ത് നിർമ്മിക്കുന്ന സബ് ട്രഷറിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രഷറി പരമാവധി സൗകര്യപ്രദമാകണം അവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രഷറിയിലേക്ക് വരുന്നത്, സ്ഥിരമായി വരുന്നത്, ട്രഷറിയിലൊരു നിരന്തരമായ ബന്ധമുള്ളത് പെൻഷൻകാരടക്കമുള്ളവർക്കാണ്. കാരണം അവർക്ക് ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ. ഇവിടെയും സംഘടനയുടെ പ്രതിനിധികൾ തൊപ്പിയൊക്കെ വെച്ച് അവർ പ്രത്യേകം റാലി ചെയ്ത് തന്നെയാണ് വന്നത്. എല്ലാ ട്രഷറികളിലും അങ്ങനെയാണ്. അപ്പോൾ ട്രഷറിയുടെ ഒരു പ്രത്യേകത, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 2 നില 3 നില ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കും 2ാം നിലയിലൊക്കെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രഷറി എല്ലാ സ്ഥലത്തും 1ാം നിലയിൽ തന്നെ പരമാവധി സൗകര്യം ഉണ്ടാകണം എന്ന തരത്തിൽ തന്നെയാണ് പുതിയ നിർമ്മാണം. ചടങ്ങിൽ ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ സ്വാഗതം ആശംസിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR അനുപമ, ശുഭേഷ് സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ, MG രാജു, സുലോചന സുരേഷ്, KS രാജു, ചാർലി കോശി, TS വിമൽകുമാർ, TC സെയ്ദ് മുഹമ്മദ്, ഷാജി അർത്തിയിൽ, പ്രദീപ് P നായർ, CA നിയാസ്, ഷമീർ V മുഹമ്മദ്, രഞ്ജു K മാത്യു, KA ദേവസ്യ, KJ ജോസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.